UDF-ലെ ഇടതുപക്ഷക്കാരെ ഒരുമിപ്പിക്കാൻ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് കൂട്ടായ്മ പി കെ ശശിയുടെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനാണ് ഇടതുപക്ഷ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. CMP നേതാക്കളുമായുള്ള ചർച്ച പൂർത്തിയായി. പാലക്കാട് ജില്ലയിലെ CPM വിമതരെ ഏകോപിപ്പിച്ചാണ് DMF എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. പി കെ ശശി UDF സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. UDF-മായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് DMF-ന്റെ തീരുമാനം. UDF-നൊപ്പം നിൽക്കുന്ന ഇടത് പാർട്ടികളായ CMP, RMP അടക്കമുള്ള പാർട്ടികളുടെ പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ DMF-ന്റെ കൺവെൻഷനിൽ തീരുമാനിച്ചു. ഇടത് പാർട്ടികളുമായി DMF നേതാക്കൾ ചർച്ച നടത്തും. CMP നേതാവ് CP ജോണുമായി പി കെ ശശി ചർച്ച നടത്തി. CP ജോണുമായി ഞാൻ 1 മണിക്കൂർ നേരം നീണ്ട ഒരു ഡിസ്കഷൻ നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞവൻ്റെ ചില നിഗമനങ്ങളുണ്ട്. നമുക്ക് ആരെല്ലാമായി യോജിക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യോജിക്കാൻ താല്പര്യമാണ്. ആർക്ക്? നമ്മളുമായിട്ട്. ഞങ്ങൾ ആകെ ഇപ്പം കാണുന്നത് നിങ്ങളെ മാത്രമാണ്. DMF-നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് സ്വാധീനമുണ്ട്. നിങ്ങളുടെ സ്വാധീനം നിങ്ങൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രബല ശക്തിയാണ്. CPM-മായി അകന്നു നിൽക്കുന്നവരെ കൂടെ ചേർക്കാനും നീക്കങ്ങൾ ആരംഭിച്ചു. പാലക്കാട് ജില്ലയിൽ തുടങ്ങിയ DMF സംസ്ഥാന വ്യാപകമാക്കാനും തീരുമാനിച്ചു. PV അൻവറുമായി സഹകരിക്കേണ്ടതില്ലെന്നാണ് DMF-ന്റെ തീരുമാനം. മീഡിയ 1 പാലക്കാട്.